സി ഇന്റർമീഡിയറ്റ് സെപ്റ്റംബർ 2026 എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് ഐ വോണ്ട് യു ടു നോ ദിസ് റിമൈനിങ് ലാസ്റ്റ് 30 ഡേയ്സ് ദീസ് ആർ ദി മോസ്റ്റ് ക്രൂഷ്യൽ ഡേയ്സ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വിച്ച് ക്യാൻ ആക്ച്വലി ഡിസൈഡ് യുവർ റിസൾട്ട്. ബിക്കോസ് ഐ ഹാവ് സീൻ പീപ്പിൾ ഈ ലാസ്റ്റ് മൊമെൻ്റ് വരെ നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് ലാസ്റ്റത്തെ ഒരു മാസം ഉഴപ്പിയാൽ റിസൾട്ട് ഫെയിൽ ആവുന്ന കേസസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇതുവരെ അത്യാവശ്യം ഉഴപ്പി നടന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ലാസ്റ്റ് 30 ഡേയ്സിൽ സീരിയസ് ആയിട്ട് പഠിച്ച് എക്സാം ക്ലിയർ ചെയ്ത ഒരുപാട് കേസസ് എനിക്കറിയാം. ഈവൻ CA ഫൈനലിൽ വരെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ച് ക്ലിയർ ചെയ്ത കേസസ് എൻ്റെ തന്നെ പേഴ്സണലി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. സോ ഐ വോണ്ട് ടു നോ ദീസ് ആർ ദി മോസ്റ്റ് ക്രൂഷ്യൽ പീരിയഡ്. ആൻഡ് ത്രൂ ദിസ് വീഡിയോ ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു ഷെയർ യു എനി അഡീഷണൽ സ്ട്രാറ്റജീസ് ഓർ ടിപ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമല്ല എൻ്റെ ഇവിടെ ഉദ്ദേശം. മൈ ഓൺലി ഇൻറ്റൻഷൻ ഇസ് ഈ റിമൈനിങ് 30 ഡേയ്സ് നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് ഓൺ ടോക്കിംഗ് വിത്ത് സ്റ്റുഡൻസ്. നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡ്യൂറിങ് ദിസ് ലാസ്റ്റ് 30 ഡേയ്സ്. ലെറ്റ്സ് സ്റ്റാർട്ടിങ് വിത്ത് നമ്മളൊക്കെ പലരും ചിലപ്പോൾ അത്യാവശ്യം എഫേർട്ട് ഇട്ട് പഠിച്ച് നല്ല പ്ലാനൊക്കെ സെറ്റാക്കി പഠിച്ചു പോയ ആൾക്കാരുണ്ടാവും. പക്ഷേ ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ നമ്മൾ പ്ലാൻ പ്രകാരം സ്റ്റഡീസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആൻഡ് വി ആർ സാഡ് അബൌട്ട് ദാറ്റ്. ഓർ നമ്മൾ ഈ ഉള്ള സ്റ്റഡീസിൻ്റെ സമയമൊന്നും എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, എന്നിട്ട് അത് കാരണം റിഗ്രറ്റ് ഉള്ള കേസസ് ഉണ്ടാവും. വാട്ട് എവർ ദ കേസ് മേ ബി, ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ദിസ് വീഡിയോ ബൈ സെയിങ് നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ് എക്സാം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന തോട്ട് അതായിരിക്കും, അതാണ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രോബ്ലം സോൾവ് ചെയ്യില്ല. അൺലെസ് നിങ്ങൾ ഈ കംപ്ലീറ്റ് CA കോഴ്സിനെ സ്കിപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യാത്തടത്തോളം കാലം ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു സോൾവ് യുവർ പ്രോബ്ലം. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് അടുത്ത മാസം വരാൻ പോണ എക്സാം നിങ്ങളൊരു 4 മാസം മുന്നോട്ട് ഡെഫർ ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന ഒരു റിലീഫ് എന്നുള്ളത് മാത്രം. ആൻഡ് ഓണസ്റ്റ്ലി സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ സീരിയസ് ആയിട്ട് ജാനുവരി 10th വേണ്ടി പ്രിപ്പയർ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കാനും പോകുന്നില്ല. ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ആ പേടിയുള്ള എലമെൻറ്റ് നിങ്ങളൊന്ന് മാറ്റി വെച്ചു ആൻഡ് നിങ്ങൾ നിങ്ങളെ മൈൻഡിനെ തന്നെ ചീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ പാരൻസിനോടൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ വാട്ട് എവർ റീസൺസ് എനിക്ക് ഈ പ്രാവശ്യം എക്സാം എഴുതാൻ പറ്റാത്തതിന് വാട്ട് എവർ റീസൺസ് യു ഗിവ്, ഇറ്റ് ഇസ് ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ ചീറ്റിംഗ് യുവർ സെൽഫ്. ആൻഡ് പലപ്പോഴും വാട്ട് ഐ ഹാവ് സീൻ ഇസ് എക്സാംസ് കഴിഞ്ഞ് വരുമ്പോൾ പല സ്റ്റുഡൻസും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത സ്റ്റുഡൻസിനെ അവരെന്നോട് സംസാരിക്കാറുണ്ട്. സാറേ ഞാൻ കുറേ അറ്റംപ്റ്റ് ലൈക്ക് ഓൾമോസ്റ്റ് ഐ വാസ് എലിജിബിൾ ടു റൈറ്റ് എ ലോട്ട് ഓഫ് അറ്റംപ്റ്റ്സ്, ഞാൻ അതിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ, ബാക്കി ഇത്ര അറ്റംപ്റ്റ്സ് ഞാൻ സ്കിപ്പ് ചെയ്തു, എന്നിട്ടും എഴുതിയാലും വലിയ മാർക്ക് സ്കോർ ചെയ്യാത്ത ഒരുപാട് സ്റ്റുഡൻസ്. സോ ഇറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർക്കൊക്കെ ഉള്ളത് ആ ഒരു റിഗ്രറ്റ് ആണ്, ഞാൻ വെറുതെ എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ നഷ്ടപ്പെടുത്തി എന്നുള്ളത്. സോ ഡോണ്ട് ഡു ദാറ്റ്. നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ് സെപ്റ്റംബർ എക്സാം നമ്മൾ എഴുതാൻ പോവാണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞിട്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ഒരു പക്ഷേ ഞാനിതിൽ പറയാൻ പോണ പല ടിപ്സ് നിങ്ങൾക്ക് തോന്നും സാറേ അതൊക്കെ കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഞാൻ കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് പ്രകാരം ചെയ്യാമായിരുന്നു, ഇനി എനിക്ക് ഹോപ്പില്ല. ഐ വോണ്ട് യു ടു നോ, ഞാനിവിടെ നിങ്ങൾക്ക് തരാൻ പോണ ടിപ്സ്, അഡ്വൈസ്, ഐ ഡോണ്ട് നോ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, പല സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ബട്ട് വാട്ട് എവർ ഈ റിമൈനിങ് ഡേയ്സിൽ എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എങ്ങനെ കിട്ടുക എന്നുള്ള പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. ഡിപ്പെൻഡിങ് അപ്പോൺ ആ കണ്ടീഷൻ ചിലപ്പോൾ നിങ്ങൾക്കിത് 100% ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ബട്ട് ഹൗ മച്ച് എവർ യു ക്യാൻ ഇംപ്ലിമെൻറ്റ് അത് ട്രൈ ചെയ്യുക. അതല്ലാതെ ഇതിൽ പറഞ്ഞ ടിപ്സ് ഒന്നും ഇനി ഞാനതിന് ഭയങ്കര ലേറ്റായി ഇനി എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നാൽ എന്തായാലും സ്കിപ്പ് ചെയ്യുക അങ്ങനെയല്ല. ബിക്കോസ് ഞാൻ വരെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല ഫാക്കൽറ്റിയോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് 3 റൗണ്ട് റിവിഷൻ ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് അതൊക്കെ കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഫോർഗെറ്റ് 3 റൗണ്ട് റിവിഷൻ. എനിക്കൊരു പ്രോപ്പർ സ്റ്റഡി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ഒരു റൗണ്ട് റിവിഷൻ ഒരു എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റും എന്നല്ലാതെ സെക്കൻഡും തേർഡും ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ദിസ് വാസ് മൈ പ്രാക്ടിക്കൽ പ്രോബ്ലം. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഓക്കെ എൻ്റെ ഫാക്കൽറ്റിക്ക് എന്നോട് 3 റൗണ്ട് റിവിഷൻ ചെയ്യാൻ പറഞ്ഞു, ഷാനിലെ അത് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം നീ എക്സാമിന് പോവേ വേണ്ട. ദാറ്റ് വാസ് നോട്ട് ദി മീനിങ് ഓഫ് ദാറ്റ്. എനിക്ക് പറ്റണ പോലെ ഞാൻ പഠിച്ച് പറ്റണ പോലെ ട്രൈ ചെയ്ത് എക്സാംസ് ക്ലിയർ ചെയ്യുകയും ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യുകയും ചെയ്ത്. സോ വാട്ട് എവർ പ്ലാൻ വി സെറ്റ് ഓവർ ഹിയർ അതൊരു ചിലപ്പോൾ ഒരു 100% ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മേ ബി അതിൻ്റെ 80 പറ്റുള്ളൂ, 70 പറ്റുള്ളൂ, 60 പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് വാട്ട് യു ട്രൈങ് ടു ഡു ഇസ്, ഇന്നിപ്പോൾ August 1, സെപ്റ്റംബർ 1 ആകുമ്പോഴേക്കും നിങ്ങൾ August 1 സെപ്റ്റംബർ 1 നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഇൻക്രിമെൻറ്റ്, ഇമ്പ്രൂവ്മെൻറ്റ്, അതാണ് നമ്മളിവിടെ മാക്സിമം ട്രൈ ചെയ്യണത്. ഓക്കെ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ബിഫോർ വി മൂവ് ഓൺ ടു ദി സ്ട്രാറ്റജി, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആ പരിപാടികളൊക്കെ പറഞ്ഞതിന് മുന്നേ 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഒന്ന് ഡിസ്ട്രാക്ഷൻസ്, 2 നമ്മളെ ഫ്രണ്ട് സർക്കിൾ. ഡിസ്ട്രാക്ഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇത്ര കാലം വാട്ട് എവർ ഹാപ്പൻ അതെല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നുള്ള ഈ 30 ഡേയ്സ് എഫക്റ്റീവ്ലി, ഇനിയുള്ള 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ ആ ഡേയ്സ് കോൺസ്റ്റൻ്റ് ആണ്, എല്ലാ സ്റ്റുഡൻറ്റിനും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ആ ഡേയ്സിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ടൈം ഓരോ സ്റ്റുഡൻറ്റിനും വേരിയബിൾ ആയിരിക്കും. നമുക്ക് എത്ര ടൈം കൂട്ടിയെടുക്കാൻ പറ്റും,
നിങ്ങൾക്ക് 8 മണിക്കൂറാണോ പഠിക്കാൻ പറ്റുക, 10 ആണോ പഠിക്കാൻ പറ്റുക, 12 ആണോ പഠിക്കാൻ പറ്റുക? ഈ ടൈം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് നമ്മളിത് എവിടെ കോംപ്രമൈസ് ചെയ്യുക? നമുക്ക് നല്ല സ്ലീപ്പിൽ കോംപ്രമൈസ് ചെയ്യുക? നോ, അതല്ല നമ്മളെ മീനിങ്. സ്ലീപ്പ് അതേപോലെ അവിടെ റീറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് വി ഹാവ് ടു ഡിറൈവ് ദ മാക്സിമം ടൈം ഇസ് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യുക. സോഷ്യൽ മീഡിയ ആണെങ്കിൽ അത് ഈ ഒരു മാസത്തേക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുക, ഒഴിവാക്കുക. ഫോണ് പഠിക്കുന്ന സമയത്ത് സൈലൻറ്റ് മോഡാക്കി വൈബ്രേഷൻ ഓഫാക്കി മാറ്റി വെക്കുക. നിങ്ങൾ റീച്ച് തൊട്ടടുത്തൊന്നും സാധനം ഉണ്ടാവാൻ പാടില്ല. ഫിക്സഡ് ബ്രേക്സ് വെക്കുക, ഒരു ഡിസിപ്ലിൻ. ആ ബ്രേക്ക് സമയത്ത് മാത്രമേ ഞാൻ ഫോൺ എടുത്ത് നോക്കുള്ളൂ എന്നുള്ള. യു മൈറ്റ് ഹാവ് എ സ്റ്റഡി സർക്കിൾ, നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ടാവും, ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും. അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കാൻ നിൽക്കാതെ ആ ഡൗട്ട് എഴുതിയെടുക്കുക, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രേക്ക് ടൈമിൽ മാത്രം ഈ ഡൗട്ട്സ് ചോദിക്കുക. മറ്റേത് ഫുള്ള് നമ്മൾ പ്ലാൻ മൊത്തത്തിൽ കൊളാക്കുകയാണ് ഇത് ചെയ്യുക. ദാറ്റ് ഇസ് ഫസ്റ്റ് ആസ്പെക്ട്. സെക്കൻഡ് ആസ്പെക്ട്, നമ്മളെ ഫ്രണ്ട് സർക്കിൾ. ഈ ലാസ്റ്റത്തെ ഒരു മാസം ഇറ്റ്സ് വെരി ക്രൂഷ്യൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം നമ്മൾ സർക്കിൾ എങ്ങനത്തെ എന്നുള്ളത്. നിങ്ങൾ ഫുള്ള് നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിലാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ തോൽപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയ എൻറ്റിറ്റിയാണ്. ഇത്രയും അറ്റംപ്റ്റിൽ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വട്ട് എവർ. ലുക്ക് അറ്റ് ദ പോസിറ്റീവ് സൈഡ് ഓൾസോ. എത്രയോ പേര് പാസ്സായി പോകുന്നുണ്ട്. അവരുടെ ഫെലിസിറ്റേഷനും അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന മൊമെൻറ്റും. വാട്ട് മാറ്റേഴ്സ് ഇസ് നമ്മളെ മെൻ്റൽ ഹെൽത്ത്, മൈൻഡ് സെറ്റ്. ആൻഡ് അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജർ റോളുള്ള ആൾക്കാരാണ് നമ്മളെ ഫ്രണ്ട്സ്. ഈ മൊമെൻറ്റിൽ ഐ വുഡ് സജസ്റ്റ് കുറച്ച് നല്ലോണം പഠിക്കുന്ന സർക്കിളുമായിട്ട് കോൺടാക്റ്റ് കീപ്പ് ചെയ്യുക. ദാറ്റ് മോട്ടിവേറ്റ്സ് അസ്. നമ്മൾ അവർ പഠിക്കുന്നത് കാണുന്തോറും നമുക്കും കൂടുതൽ എഫേർട്ട് ഇടാനാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുക. മൂവിങ് ഓൺ, ലൈക്ക് ഐ സെഡ്, ലാസ്റ്റ് 30 days ആണ്. നോ മാറ്റർ വാട്ട് എവർ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ യു ആർ, നിങ്ങൾ ഏകദേശം ഇപ്പോൾ സ്റ്റഡീസ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. സാറേ, റിവിഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ച സാധനം പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ, റിവൈസ് ചെയ്യാനുള്ള ടൈമാണല്ലോ. ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ റിവിഷൻ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് എ ട്രാപ്പ്. CA കോഴ്സിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്ലാനൊക്കെ നല്ലതാണ്, അത് പ്രകാരം വർക്ക് ചെയ്യണമൊക്കെ നല്ലതാണ്. ബട്ട് CA ഇസ് എ കോഴ്സ് വേർ നമ്മൾ സെറ്റ് ചെയ്ത പ്ലാനും തെറ്റും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആൾട്ടർ ചെയ്തിട്ടുള്ള പുതിയൊരു പ്ലാൻ ഉണ്ടാക്കും വേണം. അതും അവിടെ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതും നമ്മളെ സ്റ്റഡി പ്ലാനിൻ്റെ ഈ കരിയറിൻ്റെ പാർട്ടാണ്. ദാറ്റ് ഈസ് ഹൗ ദിസ് തിങ് വർക്ക്സ്. സോ നോ മാറ്റർ വാട്ട് എവർ സ്റ്റേജ് യു ആർ, റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് റിവൈസ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയാൽ നിങ്ങൾക്ക് ബ്രെയിനിനെ അത് റീകോൾ ചെയ്യാൻ പറ്റൂല. എക്സെപ്റ്റ് എല്ലാ ജനറൽ റൂളിനും എക്സെപ്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റ് പോയിട്ട് സെക്ഷൻ വൈസ് വെയിറ്റേജ് അല്ലെങ്കിൽ സ്കിൽ വൈസ് വെയിറ്റേജ് എന്നുള്ള ഡോക്യുമെൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് നോക്ക്. അതിൽ ഇഫ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്ത ചാപ്റ്റർ നല്ല ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയ ആണെങ്കിൽ കൺസിഡർ കംപ്ലീറ്റിംഗ് ദാറ്റ്. ഏകദേശം ഒരു പാറ്റേൺ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരു സബ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എല്ലാ ക്വസ്റ്റ്യൻസിലും ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഹൈ വെയിറ്റേജ് ഉണ്ട്. ഒരു ഡു എ കാൽക്കുലേഷൻ. ആ ടോപ്പിക്ക് ഇതിപ്പോൾ എന്തായാലും ഹൈ വെയിറ്റേജ് ഉള്ള സാധനമാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത സ്ഥിതിക്ക് ഇനി അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര ടൈം വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ലോ ആണ്. ഇപ്പോൾ ലോൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് കോർപ്പറേറ്റ് ലോ 70 മാർക്സ്, അതർ ലോ 30 മാർക്സ്. അതർ ലോയിൽ നമുക്ക് 3 ടോപ്പിക്സ് ഉണ്ട്: ജനറൽ ക്ലോസ്, ഇൻ്റർപ്രിട്ടേഷൻ, ഫെമ. ഈ കോർപ്പറേറ്റ് ലോ 70 മാർക്സിൽ പറയുന്നത് തന്നെ ലാസ്റ്റത്തെ LLP ആണ്. ദാറ്റ് ഈസ് വൺ ടോപ്പിക് ഇൻ വിച്ച് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട് 10 to 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ അവിടുന്ന് ചോദിക്കും. എന്നാൽ LLP കമ്പാരിറ്റീവ്ലി വോളിയം നോക്കുകയാണെങ്കിൽ കുറവാണ്. ബാക്കിയുള്ള ടോപ്പിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ടെക്നിക്കാലിറ്റിയും കുറവാണ്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൻ്റെ ചാൻസസും ആസ് കമ്പയർഡ് ടു ബാക്കി ടോപ്പിക്സ് കുറവാണ്. സോ ദീസ് ആർ ഓൾ ഏരിയാസ് വിച്ച് നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മാർക്സ് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. സോ ഇഫ് നിങ്ങളെ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇങ്ങനെ ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയാസ് ആണ് ആൻഡ് അതിന് നിങ്ങൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻ ദാറ്റ് കേസ് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അഗെയിൻ യു നീഡ് ടു ഹാവ് എ പ്രോപ്പർ പ്ലാൻ ഇൻ യുവർ മൈൻഡ്, ഇത് എപ്പോൾ കംപ്ലീറ്റ് ആവും എന്നുള്ളത്. ആൻഡ് യെസ്, ദെൻ വി സ്റ്റാർട്ട് വിത്ത് റിവിഷൻ. നമ്മൾ റിമൈനിങ് ഡേയ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും ഫോർ ഈച്ച് സബ്ജക്ട്സ്. എങ്ങനെ ചെയ്യാം നോക്കാം നമുക്ക്. നോ, പ്രാക്ടിക്കൽ പേപ്പേഴ്സിന്
എടുക്കേണ്ട അപ്രോച്ച് എന്താണ്? ലെറ്റ് ഇറ്റ് ബി ടാക്സ്, ലെറ്റ് ഇറ്റ് ബി അക്കൗണ്ട്സ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ടാക്സിലൊക്കെ ആണെങ്കിലും നോട്ട് നെസസറി എല്ലാ ക്വസ്റ്റ്യനും ഓൾ ടുഗെദർ പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണുള്ളത്. കംപ്ലീറ്റ്ലി പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോട്ട് നെസസറി. പല ക്വസ്റ്റ്യൻസിലും ചിലപ്പോൾ 80% അഡ്ജസ്റ്റ്മെൻറ്റ് സെയിം ആയിരിക്കും. ഒരു 20% മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അത് ആ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ തന്നെ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈവൻ അക്കൗണ്ട്സിൻ്റെ കേസിൽ ചിലപ്പോൾ ചില വർക്കിംഗ് നോട്ട്സ് ഉണ്ടാവും, ചില സ്റ്റെപ്സ് ഉണ്ടാവും, നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയത് അല്ലെങ്കിൽ നിങ്ങൾക്കത് ട്രിക്കി ആയിട്ട് തോന്നിയത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ തന്നെ നോട്ട് ചെയ്തിടുക. ആ ക്വസ്റ്റ്യൻ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാർക്ക് ചെയ്തിടുക. ആ ക്വസ്റ്റ്യനുള്ള പേജ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. സംതിങ് വെയർ ബൈ യു നോ നമുക്ക് ഇപ്പോഴുള്ള ഈ 30 ഡേയ്സാണ് നമുക്ക് സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനിയൊരു ടൈം വരാൻ പോകുന്നുണ്ട്, നമുക്ക് ഓരോ എക്സാമിൻ്റെ ഇടയിൽ 1.5 ദിവസം നമുക്കൊരു സബ്ജക്റ്റിന് കിട്ടുന്നുള്ളൂ. ആ ടൈമിൽ നമുക്ക് ഈ സബ്ജക്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ മൊമെൻറ്റിൽ നമ്മൾ റാൻഡമായിട്ട് വെറുതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയലോ ഓടിച്ച് വിടാതെ കുറച്ച് പോർഷൻ ഫുള്ള് നോക്കി ബാക്കിയുള്ള കംപ്ലീറ്റ്ലി സ്കിപ്പ് ആവാതെ ആ മൊമെൻറ്റിൽ നമ്മൾ സ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയ ഏരിയാസ് ഏതൊക്കെയായിരുന്നു, നമ്മൾ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത സംഭവങ്ങൾ, ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫീൽ ചെയ്ത സംഭവങ്ങൾ ഏതൊക്കെയായിരുന്നു, അതൊന്ന് നോക്കിയാൽ നമ്മൾ മൈൻഡിന് അത് റീകോൾ ചെയ്യാൻ പറ്റും. എക്സാമിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റും. സോ ഓൾവേസ് ഈ റിവിഷൻ ടൈമിൽ കീപ്പ് ഇൻ മൈൻഡ് ആ 1.5 ദിവസം എന്നുള്ളൊരു സംഭവം വരാൻ പോകുന്നുണ്ട്. ആ സമയത്തേക്കുള്ള ഇപ്പം തന്നെ നിങ്ങളെ പണി എളുപ്പമാക്കി വെക്കണം. വെൻ യു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നൗ, ഇപ്പോൾ നമ്മൾ അക്യൂറസീൻ്റെ കൂടെ തന്നെ നമ്മൾ ടൈം മാനേജ്മെൻറ്റും ഫോക്കസ് ചെയ്ത് തുടങ്ങണം. നിങ്ങൾക്ക് എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. സോ വെൻ യു സ്റ്റാർട്ട് എ ക്വസ്റ്റ്യൻ, വെൻ യു പ്രാക്ടീസ് എ ക്വസ്റ്റ്യൻ, ടൈമർ ഒന്ന് സെറ്റാക്കി വെക്കുക. ആൻഡ് ദെൻ ചെക്ക് കറസ്പോണ്ടിങ്. ഇപ്പോൾ നമുക്കിപ്പോൾ 1 മാർക്കിന് 1.8 മിനിറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. 100 മാർക്സിൻ്റെ എക്സാം നമുക്ക് 180 മിനിറ്റ്സ്, അതായത് 3 മണിക്കൂറാണുള്ളത്. അപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റിന് നമുക്ക് 5 × 1.8 9 മിനിറ്റ്സ് കിട്ടും. ആ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 9 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടൈം എവിടെയാണ് സ്പെൻഡ് ആവണത് നോക്കുക. ഇഫ് അത് അൺവാണ്ടഡ് ലെജറൊക്കെ വരച്ചിട്ടുള്ള ഡെക്കറേഷനിലാണെങ്കിൽ ലെജർ നമുക്ക് തൽക്കാലം എക്സാമിൽ ഒരു T ഫോർമാറ്റ് വരച്ചിട്ട് ആൻസർ സോൾവ് ചെയ്യാൻ നോക്കുക. ദിസ് ഇസ് വാട്ട് ഐ യൂസ് ടു ഡു. ഓക്കെ, അതായത് അപ്പോൾ നമ്മൾ പെർട്ടിക്കുലേഴ്സ്, ഇവിടെ പെർട്ടിക്കുലേഴ്സിനുള്ള ഹെഡിങ്ങോ അമൗണ്ട് ഹെഡിങ് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ അമൗണ്ട് റൈറ്റ് അലൈൻഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 1 ലാക്ക് ഇവിടെ 1 ലാക്ക് ഇവിടെ ആണെങ്കിൽ 1000 ഇവിടെയാണ് വരിക, അല്ലാതെ 1000 നീങ്ങിയിട്ട് ഇവിടെ അല്ല ഉണ്ടാവുക. അത് ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ നമ്മൾ ഈ ടൈം മാനേജ്മെൻ്റ് എല്ലാം നോക്കിയിട്ട് ലാസ്റ്റത്തെ 1-2 മിനിറ്റ് മാത്രം ചിലപ്പോൾ ഞാൻ ടൈം പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ലൈൻസൊക്കെ വരച്ചിട്ട് പെർട്ടിക്കുലേഴ്സ് അമൗണ്ട് എന്നൊക്കെ എഴുതും. അപ്പോൾ അവിടെ പെർട്ടിക്കുലേഴ്സ് ഒന്നും എൻ്റെ കാണാൻ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഇവാലുവേറ്റർ ഇരിക്കുന്നതിൻ്റെ പെർട്ടിക്കുലേഴ്സിൻ്റെ ഭംഗി ജഡ്ജ് ചെയ്യാനല്ല, ആളെൻ്റെ ആൻസർ അക്യുറേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. സോ ടൈമും നമ്മൾ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. എസ്പെഷ്യലി അക്കൗണ്ട്സ് ഫസ്റ്റ് പേപ്പറാണ്. പൊതുവെ ഇതുവരെ ഉണ്ടായിരുന്ന ട്രെൻഡ് അക്കൗണ്ട്സിൽ അവർ ചിലപ്പോൾ മെൻ്റലി തളർത്താൻ നോക്കും. പല സിറ്റുവേഷനിലും പേപ്പർ എളുപ്പമായിരിക്കും, പക്ഷേ ലെങ്തി ആയിരുന്നു, ട്രിക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ദിസ് ഇസ് റിഗാർഡിംഗ് പ്രാക്ടിക്കൽ പേപ്പേഴ്സ്. തിയറി പേപ്പർ, വാട്ട് ആർ യു സപ്പോസ് ടു ഡു? ദ മോർ ദ നമ്പർ ഓഫ് ടൈംസ് യു ക്യാൻ റിവൈസ്, നമുക്ക് ആ ടോപ്പിക്സ് അത്ര റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടൈംസ് റിവിഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഫാക്ടർ എന്താണ്? നമ്മൾ ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കുക? അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഒരു കംപ്ലീറ്റ് പാരഗ്രാഫിനെ ചിലപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് അതിലുള്ള കീവേഡ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് ബേസ് ചെയ്തിട്ടുള്ള ഫ്ലോ ചാർട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പിക്ചേഴ്സ് ഉണ്ടാവും. ഇവിടെയൊക്കെ നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഫസ്റ്റ് ആ സേഫ് സോണിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ വന്നു, അതിലൊരു 8 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ 8 പോയിന്റ്സ് എന്താണെന്ന് പഠിച്ചു വെക്കാനുള്ള മെത്തേഡ്സ്. ചിലപ്പോൾ നമ്മൾ ജോഡികൾ ഉണ്ടാക്കി പഠിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കും. വൺസ് യു നോ ദി പോയിന്റ്സ് നമ്മൾ സേഫ് സോണിലാണ്. ആസ് കമ്പയർ ടു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സും പഠിക്കുക, പാരഗ്രാഫും പഠിക്കുക. എത്ര അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യണം അത്രയും ബെറ്റർ തന്നെയാണ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ഈ പാരഗ്രാഫൊക്കെ അത്രയും ഫോക്കസ് കൊടുക്കാണ്ട് ലാസ്റ്റ് പോയിന്റ്സ് തന്നെ എക്സാം ഹോളിൽ ഓർമ്മയില്ല, അല്ലെങ്കിൽ ആൻസേഴ്സ് തമ്മിൽ സ്വാപ്പായി പോവാണ്. ഒരു ക്വസ്റ്റ്യന് വേറെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നത്. നമ്മൾ ഫസ്റ്റ് സേഫ് സോണിൽ എത്താമെന്നുള്ള നമ്മളെ ക്രൈറ്റീരിയ. സേഫ് സോണിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ പാരഗ്രാഫ് ബ്രേക്ക് ചെയ്തിട്ട് അതിലുള്ള കീവേഡ്സ് ചെയ്ത് അത് പിക്ചേഴ്സ് ആയിട്ട് ചാർട്ട്സ് ആയിട്ട് ഫുള്ള് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഈസ് ഗോയിങ് ടു ബി അവർ ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് ക്രൈറ്റീരിയ. വൺസ് അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എഴുതാനുള്ള പോയിന്റ്സ് എല്ലാം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് റിഗാർഡിംഗ് തിയറി. റൈറ്റിംഗ് പ്രാക്ടീസ് തിയറിയിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ഫീൽ നിങ്ങൾ അത്രയും വീക്കാണ്, ഇൻ ദാറ്റ് കേസ് ഡെയിലി ഇനിയുള്ള റിമൈനിങ് ഡേയ്സിൽ കുറച്ച് ടൈം തിയറിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഹൗ ടു സ്റ്റഡി നൗ, ലൈക്ക് ഐ സെഡ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇങ്ങനെ ചെയ്യുക.
സൺഡേ ഇത് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഞാൻ പറയാൻ നിൽക്കാറില്ല. ബിക്കോസ് ഈച്ച് സ്റ്റുഡൻറ്റ് ഇസ് ഡിഫറെൻറ്റ്. ഞാനിപ്പോൾ ലോ ഫാക്കൽറ്റിയാണ്, 10-15 കൊല്ലമായിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട്. ബട്ട് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള പേപ്പർ ലോ ആയിരുന്നു. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള സാധനം തിയറി ആയിരുന്നു. ഐ അഡ്മിറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. പ്രാക്ടിക്കൽസ് ആയിരുന്നു എൻ്റെ സ്കോറിങ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് ഐ യൂസ് ടു ഡു വാസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ദിവസം തന്നെ എല്ലാ സബ്ജക്റ്റും ഞാൻ പഠിക്കാറുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇൻ്ററിലായാലും ഫൈനൽ, ഇൻ്ററിലൊക്കെ അന്നിപ്പോൾ എനിക്ക് 7 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, ഫൈനൽ 8 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. 8 സബ്ജക്ട്സ് ഉള്ള ദിവസം പോലും ഞാൻ ഡെയിലി എല്ലാ സബ്ജക്റ്റും പഠിക്കുക. റഫ്ലി 12 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാൻ കിട്ടുക. അപ്പോൾ 1.5 മണിക്കൂറാണ് ഒരു സബ്ജക്റ്റിന് പഠിക്കാൻ കിട്ടുക. ആ 1.5 മണിക്കൂർ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഞാൻ സ്റ്റഡി മിക്സ് ചെയ്തിട്ട് എല്ലാ സബ്ജക്ട്സും. നൗ അഗെയിൻ ഇവിടെ ഞാൻ ഡിസ്ക്ലൈമർ പറയാണ്, എന്നത് ഇൻസ്പയർ ചെയ്തത് ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ആർട്ടിക്കിൾസ് വായിച്ചപ്പോൾ അവർക്ക് ഇത് ചെയ്തിരുന്നു, ഞാനത് ഫോളോ ചെയ്തു, എനിക്കത് യൂസ്ഫുള്ളായി. പലർക്കും ഇത് വർക്കൗട്ട് ആവണം എന്നില്ല, പലർക്കും ഇത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. ഒരേ സബ്ജക്റ്റ് പഠിച്ച് അടുത്തയിലേക്ക് പോയാലായിരിക്കും കംഫർട്ടബിൾ ആവുക. ഇൻ ദാറ്റ് കേസ് ഫോളോ യുവർ പാറ്റേൺ. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് ഫോളോ ചെയ്യുക. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഇങ്ങനെ ചെയ്തപ്പോൾ ലൈക്ക് ഐ നോ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം, എനിക്കിപ്പോൾ അക്കൗണ്ട്സ് ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ടാക്സ്, അത് കഴിഞ്ഞാൽ കോസ്റ്റിംഗ്. ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും ഡെയിലി ഫ്ലിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇന്നിപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് നാളെ വീണ്ടും അക്കൗണ്ട്സ് എടുക്കുമ്പോൾ എൻ്റെ ബ്രെയിനിന് അത് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ ഫസ്റ്റ് വർക്കിംഗ് നോട്ട് എന്തായിരുന്നു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം ആസ് കമ്പയർഡ് ടു നിങ്ങൾ ഇന്ന് നാളെ മറ്റന്നാളെ എല്ലാം അക്കൗണ്ട്സ് മാത്രം പഠിച്ചു പോകുമ്പോൾ അവിടെ ബ്രെയിൻ അത് റുട്ടീനായി മാറും. നിങ്ങൾ ഒരേ ടോപ്പിക്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ആദ്യത്തെ 2-3 ബ്രെയിൻ എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യുക. പിന്നുള്ളത് ഫുള്ള് ചിലപ്പോൾ ഈവൻ ഇഫ് നിങ്ങളൊരു ഹെഡ്സെറ്റ് വെച്ച് പാട്ടും കേട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ സോൾവ് ആയിക്കൊണ്ടിരിക്കും. അവിടെ നിങ്ങൾ ബ്രെയിൻ വർക്ക് ആവുകയല്ല ചെയ്യണത്. അത് നിങ്ങളെ ഒരു നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ പെട്ടെന്ന് ലോഡ് ആവാനുള്ള ക്യാഷ് മെമ്മറി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സാധനം അവിടെ ഉണ്ട്. അതിന് ബേസിൽ ആ ഫോർമാറ്റ് ടെംപ്ലേറ്റ് അതങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാണ്. ദിസ് ഈസ് ദ ഡ്രോബാക്ക് ദറ്റ് ഐ ഫെൽറ്റ് ഇൻ മൈ കേസ്. അതുകൊണ്ട് ഞാൻ എല്ലാ സബ്ജക്റ്റും ഡെയിലി പഠിക്കാറുണ്ടായിരുന്നു. പ്ലസ് ഇനി പറഞ്ഞാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. സിൻസ് ഐ സൈഡ് എനിക്ക് തിയറിയാണ് വീക്ക്, രാവിലെ ഫ്രഷ് ആയിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ തിയറി വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഫ്രഷ് ആണ്, ഫുൾ എനർജി അതിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് ഏറ്റവും വീക്കായിട്ടുള്ള ടൈം ഓഫ് ദ ഡേ വാസ് ആഫ്റ്റർനൂൺ. ആ സമയത്തായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ്, കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പ്രാക്ടിക്കൽ പേപ്പേഴ്സ്. ഡിവൈഡ് യുവർ ഡേ, ഐഡൻറ്റിഫൈ നിങ്ങളെ വീക്ക് സ്പോട്ട് ഏതാണ്, നിങ്ങളെ സ്ട്രോങ് ആയിട്ടുള്ള ടൈം ഏതാണ്, അതിനനുസരിച്ച് നിങ്ങളെ സബ്ജക്ട്സ് അങ്ങോട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക, വർക്കൗട്ട് ചെയ്യുക. So that was about practical papers, that was about theory papers, and I also mentioned time management. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, എത്രമാത്രം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. കീപ്പ് ഇൻ മൈൻഡ്, ഇനിയുള്ള ഡേയ്സ് ഡോണ്ട് കീപ് ദിസ് മൈൻഡ് സെറ്റ് ദാറ്റ് ട്രൈ ചെയ്ത് നോക്കുക, പാസ്സാവുകയാണെങ്കിൽ പാസ്സാവും, അങ്ങനല്ല. ഐ ഹാവ് ടു പാസ്, ഐ ഹാവ് ടു ഡെഫിനറ്റ്ലി പാസ് എന്നുള്ള മൈൻഡ് സെറ്റിൽ വേണം ഇനിയുള്ള റിമൈനിങ് 30 days വർക്കൗട്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന കേസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഫൈനലിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ടായിരുന്നു. ദേ വർ 2 friends. എന്നിട്ട് ഇവന് മറ്റവനോട് ചോദിക്കുകയാണ്, എടാ ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് വരട്ടെ, നമുക്ക് കമ്പൈൻസിട്ട് ചെയ്തുകൂടെ പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവൻ പറഞ്ഞേടാ ഞാൻ ഓൾറെഡി ഇത്ര കംപ്ലീറ്റ് ആയി കഴിഞ്ഞ്. ഇയാൾ കുറച്ച് വീക്കായിരുന്നു, അത്ര ലെവലിലൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ഒരിക്കലും മാച്ച് ആവില്ല. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഹി വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, യു ക്യാരി ഓൺ വിത്ത് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ദിസ് വാസ് ജസ്റ്റ് 1 month റിമൈനിങ് ഫോർ എക്സാം. CA ഫൈനലിൻ്റെ കേസാണ് പറയണത്. 8 പേപ്പേഴ്സ് ഉണ്ട്. ഹീ ക്ലിയർഡ് CA ഫൈനൽ ഇൻ ദാറ്റ് അറ്റംപ്റ്റ്. മറ്റേ ആളുടെ എന്തായി ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. മോറൽ ഓഫ് ദി സ്റ്റോറി, 1 മാസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്, 8 പേപ്പേഴ്സ്. വി മൈറ്റ് ഫീൽ ഞാൻ കുറേ ടൈം വേസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് അങ്ങനത്തെ തോട്ടിനെ പറ്റി അല്ലെങ്കിൽ ഇന്നലെ പറ്റി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ റിമൈനിങ് ഡേയ്സ് 30 days നിങ്ങളെ പാസ്റ്റ് ആവാൻ പോവാണ്. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ആ ലാസ്റ്റ് മൊമെൻറ്റ് പഠിച്ചാൽ മതി, അങ്ങനെ റിഗ്രറ്റ് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു 100% പ്രിപ്പറേഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് എക്സാം ഹാളിലേക്ക് പോവുക എന്നുള്ളത് വളരെ റെയറാണ്, റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസാണ്. പലപ്പോഴും നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ് ഔട്ട് ആയിട്ടുണ്ടാവും, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടുണ്ടാവില്ല. അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇസ് വി കീപ് ട്രൈങ്. അത്യാവശ്യം നല്ല വാല്യുബിൾ ആയിട്ടുള്ളൊരു കോഴ്സാണ്. സോ ആ കോഴ്സിന് ഡിസേർവ് ചെയ്യുന്ന റെസ്പെക്റ്റ് നമ്മൾ നമ്മളെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ അത്യാവശ്യം നല്ല കാലിബറുള്ള കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു. ഡു യുവർ ബെസ്റ്റ്, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. റിഗാർഡിങ് ലോ പേപ്പർ, നമ്മളൊരു സ്റ്റുഡൻറ്റ് സപ്പോർട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്, വെർബൈ നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, പേപ്പർ പ്രസൻറ്റേഷൻ, എന്തൊക്കെ മിസ്റ്റേക്സ് അവയുടെ ഒരുപാട് റിസോഴ്സസ് നമ്മൾ റെഗുലർ ബേസിൽ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഇഫ് യു ഹാവൻ ജോയിൻ ചെയ്യാൻ ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ കോൺടാക്ട് മീ, ഫീൽ ഫ്രീ, വാട്ട് എവർ
കൺസേൺസ് യു ഹാവ്, ഡൗട്ട്സ് യു ഹാവ്. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസ് തന്നെ ചെയ്യാറുള്ളത് പല സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന കൺസേണിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസ് മെസ്സേജ് അയക്കാം, സാറേ കറക്റ്റ് ടൈമിങ്ങിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ പറഞ്ഞത്. നമ്മൾ ജോത്സ്യനൊന്നുമല്ല, നമ്മളിത് കുറച്ച് കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി നോ സ്റ്റുഡൻസിന് പ്രോബ്ലം എന്താണെന്നുള്ളത്. അത് മാക്സിമം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് ഫോർ മീ ടു ഡു എ വീഡിയോ. ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ദിസ്. ഓക്കെ, സോ ഫീൽ ഫ്രീ ടു കോൺടാക്ട്. ഞാനൊരു നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.